ഹലോ സ്റ്റുഡൻസ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഭാഗങ്ങൾ ഗോത്രവർഗ്ഗക്കാരെക്കുറിച്ച് കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ കുറച്ച് ഭാഗങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ഇന്നത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അക്വയർഡ് ട്രേറ്റ്സ് മീൻസ് ആർജിത സവിശേഷതകൾ. അതായത് ഗോത്രവർഗ്ഗക്കാരുടെ ആർജിത സവിശേഷതകൾ എന്തൊക്കെയാണ് നോക്കാം. ക്ലാസിഫിക്കേഷൻസ് ബേസ്ഡ് ഓൺ അക്വയർഡ് ട്രേറ്റ്സ് യൂസ്ഡ് ടു മെയിൻ ക്രൈറ്റീരിയ: മോഡ് ഓഫ് ലിവ്ലിഹുഡ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇൻ ടു ഹിന്ദു സൊസൈറ്റി ഓർ എ കോമ്പിനേഷൻ ഓഫ് ദ ടു. അതായത് അക്വയർഡ് ട്രേറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഗോത്രവർഗ്ഗക്കാരെ തരംതിരിക്കുമ്പോൾ അതിൽ രണ്ട് മെയിൻ ക്രൈറ്റീരിയയാണ് വരുന്നത്. അതായത് മോഡ് ഓഫ് ലിവ്ലിഹുഡ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇൻ ടു ഹിന്ദു സൊസൈറ്റി. ഓക്കെ, അതുകൂടാതെ ഒരേ കോമ്പിനേഷൻ ഓഫ് ദ ടു, അതായത് രണ്ടിൻ്റെയും കൂടിയുള്ള വിഭാഗങ്ങളും വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഓൺ ദ ബേസിസ് ഓഫ് ലിവ്ലിഹുഡ് ട്രൈബ്സ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു ഫിഷർമാൻ, ഫുഡ് ഗദേഴ്സ് ആൻഡ് ഹണ്ടേഴ്സ്, ഷിഫ്റ്റിംഗ് കൾട്ടിവേറ്റേഴ്സ്, പെസൻസ് ആൻഡ് പ്ലാന്റേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്. അതായത് ജീവിതമാർഗം തേടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഗോത്രവർഗ്ഗക്കാരെ നായാട്ടുകാർ, നാടോടി കർഷകർ, തോട്ടം തൊഴിലാളികൾ, വ്യവസായ തൊഴിലാളികൾ എന്നീ എല്ലാ തരത്തിലും ഗോത്രവർഗ്ഗക്കാരെ കാണുന്നു. Then the dominant classification both in academic sociology as well as in politics and public affairs is the degree of assimilation into Hindu society. അതായത് ചില ഗോത്രവർഗ്ഗക്കാർ ഹിന്ദു മതത്തോട് ചായ്വുള്ളവരാണ് എന്ന് തന്നെ പറയാം. അതായത് അവർ പൊളിറ്റിക്സ് ആൻഡ് പബ്ലിക് അഫെയർസിലൊക്കെ പലതരത്തിൽ അവരുടെ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. Then assimilation can be seen either from the point of view of the tribes or from the point of view of the dominant Hindu mainstream. അല്ലേ, വളരെ കുറച്ച് പേര് ഉയർന്ന പദവി അനുഭവിക്കുന്നുണ്ടെങ്കിലും മിക്ക ഗോത്രവർഗ്ഗക്കാരും അതായത് ഹിന്ദു സമൂഹത്തിൽ താഴ്ന്ന പദവിയാണ് അനുഭവിക്കുന്നത്. അതായത് ഈ ട്രൈബ്സിനെ നമ്മൾ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർ പലതരത്തിലുള്ള, അതായത് ഹിന്ദുക്കളുടെ ഉയർന്ന വർഗത്തിലുള്ളവരും അല്ലെങ്കിൽ പല തരത്തിലുള്ള ഹിന്ദു സമൂഹവുമായിട്ട് ബന്ധം പുലർത്തി ഗോത്രവർഗ്ഗക്കാർ അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അടുത്ത പോയിന്റ് നോക്കാം. ഇൻ്റഗ്രേഷൻ ടുവേർഡ്സ് ദ മെയിൻ സ്ട്രീം. ട്രൈബൽ പോയിന്റ് ഓഫ് വ്യൂ, ദേ വാണ്ട് ടു ബി part of non-tribals due to reservations, better opportunities so that their status gets uplifted. അതായത് അവർ നോൺ ട്രൈബൽസ് ഡ്യൂ ടു അവർ റിസർവേഷൻ മുഖേന, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ട്രൈബൽസിന് പ്രത്യേക തരത്തിലുള്ള റിസർവേഷൻസും അതുപോലെ തന്നെ പല രീതിയിലുള്ള അമെൻമെൻറ്റ്സിലൂടെ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ പലതരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നൽകിയിട്ടുണ്ട്. സോ ദാറ്റ് ദെയർ സ്റ്റാറ്റസ് ഗെറ്റ്സ് അപ്ലിഫ്റ്റഡ്. They did not want to be a part of non-tribals because they did not want to lose their identity and wanted to be isolated, did not want to lose their culture. അതായത് അവർ ഒരിക്കലും സമൂഹത്തിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമല്ല. അതായത് അവർ ഒറ്റപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതേപോലെ തന്നെ അവരുടെ കൾച്ചർ വിടാനോ അതേപോലെ അവരുടെ ആചാരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വിടാനോ അങ്ങനെയുള്ള ഒരു ചിന്തയില്ലാത്ത ആൾക്കാരുണ്ട്. അതായത് സമൂഹത്തിലോട്ട് വരാൻ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് വന്നിട്ട് ആ ഒരു ലെവലിലേക്ക് വരാൻ ആഗ്രഹിക്കാത്ത പല ട്രൈബൽ ഗ്രൂപ്പ്സും ഇപ്പോഴും കാണാൻ കഴിയും എന്നാണ് പറയുന്നത്. അതായത് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നൽകിയിട്ടുണ്ടെങ്കിലും പല വിഭാഗങ്ങളും ഇപ്പോഴും ബാക്ക്വേർഡായിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. Tribes elite uplifted of status, educated, gained a position and are treated very well. അതായത് ചില ട്രൈബ്സൊക്കെ നല്ല രീതിയിൽ അതായത് മുന്നോട്ട് അവരെ നയിച്ചിട്ടുണ്ട്, പക്ഷേ എഡ്യൂക്കേറ്റഡ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ അവർ നല്ല രീതിയിൽ തന്നെ നല്ലൊരു പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട്, ട്രീറ്റഡ് വെരി വെൽ. അതേഴ്സ് ഹു ആർ നോട്ട് ആസ് ഹൈ കാഷ്വൽ ലേബേഴ്സ് ആർ ട്രീറ്റഡ് ബാഡ്ലി. അടുത്ത പോയിന്റ് ക്രിറ്റിസിസം ആണ്. The definition of tribals is criticized since they should not be isolated. They are part of our country and should be mixed with a large population. Castes are doing tribal occupation and tribals are doing caste occupation. We have Hindus who are fishermen.
അതായത് ക്രിറ്റിസിസം പറയുന്നത് ട്രൈബൽസിനെ ഡിഫൈൻ ചെയ്ത് അല്ലെങ്കിൽ അവരെക്കുറിച്ച് പറഞ്ഞ ആ ഡെഫിനിഷൻ തന്നെ ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ദേ ഷുഡ് നോട്ട് ബി ഐസൊലേറ്റഡ്, ദേ ആർ പാർട്ട് ഓഫ് അവർ കൺട്രി ആൻഡ് ഷുഡ് ബി മിക്സഡ് വിത്ത് എ ലാർജ് പോപ്പുലേഷൻ. ഈ ട്രൈബൽസ് എന്ന് പറഞ്ഞ വിഭാഗം ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗമല്ല. നമ്മൾ അതിൽ ആ ഡെഫിനേഷനിൽ തന്നെ പറയുന്നുണ്ട്, ട്രൈബൽസ് എന്ന് പറയുമ്പോൾ ജനസമൂഹത്തോട് കൂടെ യോജിക്കാതെ അവരൊരിക്കലും ജനസമൂഹത്തിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കാത്തവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പക്ഷേ ദേ ആർ പാർട്ട് ഓഫ് അവർ കൺട്രി, അവരും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. ആൻഡ് ഷുഡ് ബി മിക്സഡ് വിത്ത് എ ലാർജ് പോപ്പുലേഷൻ. കാസ്റ്റ് ആർ ഡൂയിങ് ട്രൈബൽ ഓക്യുപ്പേഷൻ ആൻഡ് ട്രൈബ്സ് ആർ ഡൂയിങ് കാസ്റ്റ് ഓക്യുപ്പേഷൻ. ഓക്കെ, അതായത് ജാതിയുടെ വിഭാഗങ്ങൾ ട്രൈബൽ ഓക്യുപ്പേഷൻ ചെയ്യുന്നവരുണ്ട്. ട്രൈബൽസ് ആർ ഡൂയിങ് കാസ്റ്റ് ഓക്യുപ്പേഷൻ. വി ഹാവ് ഹിന്ദുസ് ഹു ആർ ഫിഷർമെൻ. അതായത് നമ്മൾ ഹിന്ദു സമൂഹത്തിൻ്റെ ഭാഗമായവർ ഹിന്ദുസാണ്, അവർ ഫിഷർമാനായിട്ടും കാണപ്പെടുന്നത്. അപ്പോൾ ഓരോരോ വിഭാഗങ്ങളിൽ ഓരോ ജോലികൾ, ഇപ്പോൾ നമ്മൾ ഒരു കാസ്റ്റിലുള്ളവർ അതേ ജോലി തന്നെ ചെയ്യുന്നുവെന്നില്ല അല്ലേ. ട്രൈബൽസിൽ വിഭാഗത്തിൽ ചെയ്യുന്ന ജോലികളും മറ്റ് ജനസമൂഹങ്ങളിലുള്ള വിഭാഗങ്ങൾ ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ടാണ് ദേ ആർ പാർട്ട് ഓഫ് അവർ കൺട്രി ആൻഡ് ഷുഡ് ബി മിക്സഡ് വിത്ത് എ ലാർജ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ക്രിറ്റിസിസത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ കുറച്ച് കാര്യങ്ങൾ ട്രൈബൽസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരെ കുറച്ചുകൂടി സമൂഹത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്? കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി മീൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനുള്ള ഒരു സഭയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ എത്രത്തോളം ചർച്ചകൾ നടന്നിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് ബാക്ക്വേർഡ് ക്ലാസ്സസിന് വേണ്ടിയിട്ട് ചെയ്തത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് നോക്കാം. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹൂ കം ടുഗദർ ടു ഫോർമുലേറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ടുക്ക് 2 years and 11 months. People came from all areas and sections of society. A lot of case was taken about the lower caste and tribals അല്ലേ. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടാക്കുന്ന ആ സമയത്ത് തന്നെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹൂ കം ടുഗദർ ടു ഫോർമുലേറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ദെൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി 2 years 11 months ആണ് എടുത്തത്. പീപ്പിൾ കം ഫ്രം ഓൾ ഏരിയാസ് ആൻഡ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. അതായത് വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പായിരുന്നു അല്ലെങ്കിൽ ഒരു അസംബ്ലി ആയിരുന്നു അത്. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി എന്ന് പറയുന്നത് എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ഒരു അസംബ്ലി ആയിരുന്നു. എ ലോട്ട് ഓഫ് കേസസ് വാസ് ടേക്കൺ അബൌട്ട് ദ ലോവർ കാസ്റ്റ് ആൻഡ് ട്രൈബൽസ് അല്ലേ. അതായത് ലോവർ സെക്ഷനിൽ നിന്നും അതേപോലെ തന്നെ ലോവർ കാസ്റ്റ് സെക്ഷനിൽ നിന്നുള്ള അതേപോലെ ട്രൈബൽസിൽ നിന്നുള്ള എല്ലാ തരത്തിലുള്ള കേസസും അവിടെ എടുത്തിരുന്നു എന്നുള്ളതാണ്. ദർ വർ സ്പെഷ്യൽ പ്ലാൻസ് അല്ലേ. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പ്ലാൻസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ബാക്ക്വേർഡ് ക്ലാസ്സസിനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള മെയിൻ ലക്ഷ്യം അതിനുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. ഓക്കെ, ട്രൈബൽ പ്ലാൻസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ദാറ്റ് ഈസ് സ്പോക്കൺ അബൌട്ട് ഗിവിംഗ് ദം റിസർവേഷൻസ്. അതിൽ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത് ട്രൈബൽ പ്ലാൻസിലൂടെ ഉദ്ദേശിക്കുന്നത് ട്രൈബൽ പീപ്പിൾസിന് അല്ലെങ്കിൽ ഗോത്ര സമുദായത്തിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ദേ വർ ഇൻക്ലൂഡഡ് ഇൻ ദ 5-year പ്ലാൻസ്. അതിന് വേണ്ടിയിട്ട് ഒരു 5-year പ്ലാൻസ് അതിൽ ഇൻക്ലൂഡ് ചെയ്തു. ഇൻ്റഗ്രേറ്റ് ദം ത്രൂ റിസർവേഷൻസ് ആൻഡ് അപ്ലിഫ്റ്റ് ദയർ സ്റ്റാറ്റസ് അല്ലേ. അതിൻ്റെ കൂടെ തന്നെ അവരെ മുന്നോട്ട് നയിക്കാനുള്ള പല പദ്ധതികളും റിസർവേഷൻസും അതേപോലെ തന്നെ അവരുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരാനുള്ള പല പദ്ധതികളും ആസൂത്രണം ചെയ്യുകയും ചെയ്തു. അടുത്തത് നോക്കാം, നാഷണൽ ഡെവലപ്മെൻറ്റ് വെസ്റ്റ് ട്രൈബൽ. അതായത് ദേശീയ വികസനം ഗോത്ര വികസനത്തിനെതിരെ. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഡെവലപ്മെൻറ്റ്സ് നടത്തുമ്പോൾ പ്രധാനമായിട്ടും ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്ന മേഖലയിലാണ് ഡെവലപ്മെൻറ്റ്സ് കൂടുതലായിട്ട് കൊണ്ടുവരിക അല്ലേ. അതായത് അവർ ജീവിക്കുന്നത് തന്നെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വിഭാഗമാണ്. കുന്നുകളിലും കാടുകളിലൊക്കെയാണ് അവർ ജീവിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് അവിടെയാണ് ഏതെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അങ്ങനെയുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവിടെയാണ് ആ വികസനം കൂടുതലായിട്ട് നടത്തപ്പെടുന്നത്. അതായത് ബിൽഡിംഗ് അപ്പ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്സ് ബൈ കട്ടിംഗ് ദ ഫോറസ്റ്റ്. ഇറ്റ് പ്രിവെൻറ്റ്സ്
ഫ്ലഡ് ജനറേറ്റ്സ് ഇലക്ട്രിസിറ്റി ആൻഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് അല്ലേ. അതായത് വൻകിട ജലസേചന പദ്ധതികളൊക്കെ കൊണ്ടുവരുമ്പോൾ ഫോറസ്റ്റൊക്കെ കട്ട് ചെയ്യപ്പെടുന്നു. അതേപോലെ തന്നെ അതെന്തിനു കാരണമാകുന്നു? അതായത് ഫ്ലഡ്സ്, ഇറ്റ് പ്രിവെൻറ്റ്സ് ഫ്ലഡ്സ് ജനറേറ്റ്സ് ഇലക്ട്രിസിറ്റി ആൻഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് അല്ലേ. ടേക്കിംഗ് അവേ ലാൻഡ് ആൻഡ് ഓക്യുപ്പേഷൻ ഫ്രം നാച്ചുറൽ ഹാബിറ്റാറ്റ്. നോ റീഹാബിലിറ്റേഷൻ ഫോർ ഓക്യുപ്പേഷൻ. യാതൊരു തരത്തിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളൊന്നും അവിടെ ഈ വികസനം നടത്തുന്ന സമയത്ത് ഗോത്രവർഗ്ഗക്കാർക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാറില്ല. ഇനി അങ്ങനെ ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊജക്ട്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് സർദാർ സരോവർ ഡാം ഓൺ റിവർ നർമ്മദ അല്ലേ. പിന്നെ ഫോറസ്റ്റ് ആർ റിച്ച് ഇൻ മിനറൽ റിസോഴ്സസ് ആൻഡ് മൈനിങ് പ്രൊജക്ട്സ് ടേക്ക് പ്ലേസ് ദിസ് ഡിസ്പ്ലേസസ് ട്രൈബൽസ് അല്ലേ. അതായത് നെഹ്റു പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് വൻകിട അണക്കെട്ടുകളും ഫാക്ടറികളിലും ഖനികളൊക്കെ പ്രാധാന്യം നൽകുകയും അതിനൊക്കെ വേണ്ടി വളരെയധികം തുക ചെലവാക്കുകയും ചെയ്തു. നിർഭാഗ്യവശാൽ ഇവയെല്ലാം നിർമ്മിക്കപ്പെട്ടത് എവിടെ തന്നെയാണ്? ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്ന മേഖലയിലാണ്, അല്ലെങ്കിൽ അവരുടെ ആവാസ കേന്ദ്രമായിട്ടുള്ള വനങ്ങളിലായിരുന്നു. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ രാഷ്ട്രത്തിന് നേട്ടമുണ്ടാക്കി എന്നതിന് സംശയമില്ല. പക്ഷേ അവരുടെ അല്ലെങ്കിൽ ട്രൈബൽസിന് അവരുടെ ഭൂമിയും അവർ ജീവിക്കുന്ന ആ ചുറ്റുപാടൊക്കെ വിട്ടുപോകേണ്ടതായിട്ട് വന്നു, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ജലവൈദ്യുത കേന്ദ്രങ്ങൾ, അണക്കെട്ടുകളൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ നേട്ടമുണ്ടാക്കിയവരൊക്കെ സമൂഹത്തിൽ പ്രമാണിമാരാവുകയും ചെയ്തു. സോ മെനി പീപ്പിൾ കം ഇൻ ദ ട്രൈബൽ കൾച്ചർ ഗെറ്റ് കോഡഡ് ആൻഡ് ഡൈലൂട്ടഡ്. പിന്നെ അതേപോലെ അതിന് പ്രധാനമായിട്ടും നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് അല്ലേ. ജാർഖണ്ഡിലാണ് മോസ്റ്റായിട്ട് അഫക്റ്റ് ചെയ്തത്. അതായത് ഈ ട്രൈബൽസിൻ്റെ ഈ വികസന ഡെവലപ്മെൻറ്റ്സ് നടത്തുമ്പോൾ ട്രൈബൽസിനെ അഫക്റ്റ് ചെയ്തു എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തത് ജാർഖണ്ഡിലാണെന്ന് പറയാം. ട്രൈബൽ ഐഡൻറ്റിറ്റി ടുഡേ. അടുത്തത് ട്രൈബൽ ഐഡൻറ്റിറ്റിയാണ്. അതായത് ഗോത്രസ്വത്വം ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. അതായത് പണ്ട് കാലത്തുള്ളതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ഗോത്രവർഗ്ഗക്കാർക്ക് ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ്, അവർ നേടിയെടുത്തിട്ടുള്ള അവരുടെ കഴിവുകളും അതേപോലെ അവരുടെ വിദ്യാഭ്യാസം, സോഷ്യലായിട്ട് എക്കണോമിക്കലായിട്ടും പൊളിറ്റിക്കലായിട്ടും അവർക്ക് വന്നിട്ടുള്ള കൾച്ചറലായിട്ട് അവർക്കൊക്കെ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് പറയുന്നത്. ഓക്കെ. The life of the tribals has changed tremendously because of their incorporation into mainstream അല്ലേ. അതായത് ഗോത്രസ്വത്വത്തെ നിർവചിക്കുന്ന സവിശേഷതകളൊക്കെ പലതും ഗോത്രവർഗ്ഗക്കാർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്ന് പറയാം. അതായത് അവർ ഈ മുഖ്യധാര സമൂഹവുമായിട്ടുള്ള പരസ്പര ബന്ധഫലമായിട്ടാണ് അവർക്ക് ഗോത്ര ചിഹ്നങ്ങളുടെ ഈ നഷ്ടം സംഭവിച്ചത്. അവരുടെ ഈ ട്രൈബൽ ഐഡൻറ്റിറ്റി നഷ്ടമായി എന്ന് തന്നെ പറയാം. അതായത് മെയിൻ സ്ട്രീമുമായിട്ടുള്ള അവരുടെ ആ ഒരു കോപ്പറേഷൻ അതാണ് പരസ്പര ബന്ധഫലമായിട്ടാണ് ഗോത്രചിഹ്നങ്ങളുടെ ഈ നഷ്ടം സംഭവിച്ചത്. ഇന്ന് അവർ ഗോത്രേതര ജനസംഖ്യയെ പ്രതിരോധിക്കാനും വിയോജിപ്പ് പ്രകടിപ്പിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. എ ലോട്ട് ഓഫ് ട്രൈബൽ റിവോൾട്ട്സ് ആൻഡ് മൂവ്മെൻറ്റ്സ് ഹാവ് ടേക്ക് പ്ലേസ് ഇൻ റെബല്യൻ. പലതരത്തിലുള്ള അല്ലെങ്കിൽ പല ഭാഗങ്ങളിലായിട്ട്, ഇപ്പോൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ഗോത്രവർഗ്ഗക്കാരുടെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സംഘടിക്കാനും പ്രവർത്തിക്കാനും അതേപോലെ തന്നെ സമരങ്ങളും ഒക്കെ സംഘടിപ്പിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിലൂടെ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുത്തിട്ടുമുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നോക്കാം. അതായത് ദിസ് ഹാസ് റിസൾട്ടഡ് ഇൻ എ ഫ്യൂ ചേഞ്ചസ്. അതിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ജാർഖണ്ഡ് ഫ്രം ബീഹാർ ഫൗണ്ടഡ് ഇൻ 2020 ആൻഡ് മാനേജ്ഡ്. ഉത്തരാഖണ്ഡ് ഫ്രം UP ബൈ ദ ട്രൈബൽസ് ഓക്യുപ്പൈഡ് ആൻഡ് ആൾ ഛത്തീസ്ഗഡ് ഫ്രം MP ഇമ്പോർട്ടൻറ്റ് ഗവൺമെൻറ് പോസ്റ്റിൽ. അതായത് പ്രധാനമായിട്ടും ഛത്തീസ്ഗഡും ജാർഖണ്ഡും ഒക്കെ രൂപീകരിക്കപ്പെട്ടത് പ്രത്യേക സംസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള സമരത്തിന് ശേഷമാണ്. അതായത് ഗോത്രവർഗ്ഗക്കാർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സംസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുകയും അതിൻ്റെ ഫലമായിട്ട് അവർക്ക് അത് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. അടുത്തത് ഇൻ സം സ്റ്റേറ്റ്സ് ഇൻ നോർത്ത് ഈസ്റ്റ് ഇൻ മണിപ്പൂർ ആൻഡ് നാഗാലാൻഡ് ആർ ഡിക്ലെയർഡ് ആസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഏരിയാസ്. അതായത് ഈ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിൽ, അതായത് നമ്മുടെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ മണിപ്പൂരും നാഗാലാൻഡൊക്കെ വരുന്നുണ്ട് അല്ലേ. മണിപ്പൂരും നാഗാലാൻഡൊക്കെ കലാപബാധിത പ്രദേശങ്ങളായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് കൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് ഇന്ത്യയിലെ ഇതര പ്രദേശങ്ങളിലെ പൗരന്മാർക്കുള്ള അവകാശങ്ങളില്ല. അതേപോലെ തന്നെ ഈ ദ മെയിൻ പവർ ഈസ് പ്രസൻറ്റ് വിത്ത് ദ നോൺ ട്രൈബൽസ്, ദസ് ദേ ഹാവ് വയലൻറ്റ് റിവോൾട്ട്സ്.
the civil rights have been curtailed and tribals do not enjoy some freedom as rest of the country do not have some rights. അതായത് ഈ മെയിൻ പവറൊക്കെ നോൺ ട്രൈബൽസിൽ കേന്ദ്രീകരിക്കുകയും ട്രൈബൽസിന് പ്രത്യേക അധികാരങ്ങളൊന്നും ലഭിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. അങ്ങനെ ഇരിക്കുന്നത്, അതായത് കലാപങ്ങളും ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അല്ലേ. പിന്നെ അങ്ങനെയുള്ള ഒരു സാംസ്കാരികവും സാമ്പത്തികവുമായിട്ടുള്ള ഒരുപാട് കഷ്ടനഷ്ടങ്ങളൊക്കെ അവിടുത്തെ ജനതയുടെ തുടരനുഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. The civil rights have been curtailed and tribals do not enjoy some freedom as rest of the country do not have same rights അല്ലേ. അതായത് ഇങ്ങനെയുള്ള ഈ കലാപങ്ങളും അടിച്ചമർത്തലുകളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരേപോലുള്ള റൈറ്റ്സ് ട്രൈബൽസിന് ലഭിക്കുന്നില്ല. പിന്നെ the political situation of the newly formed states is still not in the control of the tribals. അതായത് ന്യൂ ആയിട്ട് അതായത് പുതുതായിട്ട് ഫോം ചെയ്തിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ ഈ ട്രൈബൽസിന് പ്രത്യേകമായിട്ടുള്ള അധികാരങ്ങളോ അങ്ങനെയുള്ള ഒരു അവകാശങ്ങളോ ഒന്നും അനുവദിച്ച് കൊടുത്തിട്ടില്ല. പിന്നെ അത് അവരുടെ കൺട്രോളിലും അല്ല എന്ന് പറയാം. ദിസ് ഈസ് ബിക്കോസ് ദ നോൺ ട്രൈബൽസ് ആർ മോർ പൊളിറ്റിക്കലി പവർഫുൾ, നോളേജബിൾ ആൻഡ് സ്റ്റിൽ ഇൻ കൺട്രോൾ. അത് അവിടുത്തെ ഗോത്രവർഗ്ഗക്കാർ അശരണരുമാണ്, ദുഃഖിതരാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു വിഭാഗമായിട്ടാണ് ഇപ്പോഴും അവർ, അറിവില്ലാത്തവർ, അവർ അങ്ങനെയൊക്കെയാണ് അവരിപ്പോഴും എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. പിന്നെ ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള ഒരു മധ്യവർഗം ഉയർന്നു വരുന്നത് അധികാരികളെയൊക്കെ വിഷമിപ്പിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ സംവരണത്തിൻ്റെ സഹായത്താൽ ഗോത്ര സ്വത്വം ഉറപ്പാക്കുന്ന ഒരു പ്രൊഫഷണൽ വർഗവും ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് പറയാം. ദ ട്രൈബൽസ് ഡു നോട്ട് ഹാവ് എനി പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ്. പക്ഷേ ഈ ട്രൈബൽസിന് എന്തില്ല, അപ്പോൾ ഒരു പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഇല്ല അല്ലേ. ഗോത്ര ജനതാ വിഭാഗത്തിന് അവരുടെ വംശീയ സാംസ്കാരിക സ്വത്വവും ഭൂമിയിലും വനത്തിലുമുള്ള നിയന്ത്രണവും അതൊക്കെ അവരുടെ പ്രശ്നങ്ങളാണ്. പക്ഷേ അതൊക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ അവരുടെ കയ്യിൽ എന്തില്ല, അവർക്കൊരു പൊളിറ്റിക്കൽ പവർ വേണം, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് വേണം അല്ലേ. അതൊന്നും അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയാം. ആക്ച്വൽ ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദ നോൺ ട്രൈബൽ സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് ആണ് അവരുടെ എല്ലാ കാര്യങ്ങൾക്കുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്.